പ്രൈസ് ലോർഡ്. പ്രിയസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ പുതിയ വർഷത്തിൽ. ആമേൻ. എല്ലാവർക്കും പ്രൈസ് ഫാമിലിയുടെ പുതുവത്സരാശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുക. ആമേൻ. ഹല്ലേലൂയ വിളിക്കുകയും അന്വേഷിക്കുകയും ന്യൂ ഇയർ വിഷസൊക്കെ അറിയിച്ച ഒത്തിരി പേരുണ്ട്. കമൻറ്റിലൂടെ അറിയിച്ചവരുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട്, വിളിച്ച് ആമേൻ വിഷ് ചെയ്തവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില കോളുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആമേൻ. ഹല്ലേലൂയ. തിരക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിൻ്റെ പ്രയറും ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ക്ഷീണമുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രത്യേകം നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആമേൻ ജനുവരി മാസം ആമേൻ ഇന്ന് 1-ാം തീയതി മുതൽ ഈ മാസം എൻഡിങ് വരെ 31-ാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട 31 ദിവസത്തെ ഒരു മന്ത് ഫുൾ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ടല്ലോ. ആമേൻ. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക. 2024 നടന്ന ഉപവാസ പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് വലിയ ദൈവിക പ്രവർത്തികളും വിടുതലുകളുമൊക്കെ ചെയ്യുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ സ്വർഗം ആമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചില അത്ഭുത പ്രവർത്തികളെ കർത്താവ് ചെയ്യും. നമ്മുടെ ഈ വർഷത്തെ പ്രൈസ് ഫാമിലിയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ വാതിലുകളെ അവൻ തുറക്കും. പ്രൈസ് ലോർഡ്. പുതിയ അവസരങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ആമേൻ പുതിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥനകളിൽ ആമേൻ ആമേൻ ഉൾക്കൊണ്ട് ആമേൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അത് പ്രയോജനപ്പെടുത്തുക. വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. അതുപോലെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് മോർണിംഗ് സെക്ഷൻ രാവിലെ 10 മണി മുതൽ 12 മണി വരെ കാക്കാമൂല പ്രൈസ് ഫാമിലിയിലും, ഉച്ചയ്ക്ക് 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നുമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കടന്നു വരിക, അനേകരോട് അറിയിക്കുക. ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഈ 1-ാം തീയതി മുതൽ ആമേൻ നമ്മൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു വചനവും നിങ്ങളോട് പറഞ്ഞ് ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ആമേൻ ഓൾറെഡി നമ്മൾ ചെയ്തു വരുന്ന മെത്തേഡിൽ തന്നെയാണ് ഓരോ വിഷയങ്ങൾക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നത്. അതിനോടൊപ്പം ആമേൻ ദൈവം തരുന്ന ആലോചനകൾ നിങ്ങളുമായി പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കാൻ ദൈവസന്നിധിയിൽ ശരണപ്പെട്ടായിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് വൈകിയ വേളയിലും ആമേൻ നിങ്ങളോടൊപ്പം സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചൊരു വചനമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആമേൻ നല്ല ഇടയനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ യേശു ആമേൻ നല്ല ഇടയനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നല്ല ഇടയൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ആമേൻ ഈ പുതുവത്സരത്തിൽ ആമേൻ ഈ പുതിയ ദിവസത്തിൽ ആമേൻ ഒരു പുതിയ വർഷം നമ്മൾ ആരംഭിക്കുകയാണല്ലോ. ആമേൻ ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കണം. കർത്താവേ, നീ എൻ്റെ നല്ല ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി തകർച്ചകൾ ഉണ്ടായിരുന്നു, ഒത്തിരി കഷ്ടതകൾ ഉണ്ടായിരുന്നു, ഒത്തിരി വേദനപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി. എന്നാൽ ആമേൻ ഈ ദിവസങ്ങളിൽ ഈ പുതിയ ദിവസത്തിൽ പുതിയ വർഷത്തിൽ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നിനും ഒരു മുട്ട് ഉണ്ടാകത്തില്ല. ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നിനും ആമേൻ പിശാചിന് ഒന്നിനും ആമേൻ ഒരു തടസ്സമിടുവാൻ കഴിയത്തില്ല. കാരണം എൻ്റെ നല്ല ഇടയനായ യേശു എന്നോടൊപ്പമുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ കാവലായി, എൻ്റെ കുടുംബത്തിൻ്റെ ആമേൻ ഐക്യതയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ കർത്താവ് നല്ല ഇടയനായി എന്നോടൊപ്പം കൂടെയുണ്ട്. അവൻ നല്ല സഖിയാണ്, അവൻ പ്രാണസഖിയാണ്. ആമേൻ ലോകം നമ്മളെ കൈവിടും, ആമേൻ ഭാര്യ കൈവിടും, ഭർത്താവ് കൈവിടും, മാതാപിതാക്കൾ കൈവിടും, ആമേൻ സുഹൃത്തുക്കൾ കൈവിടും, ജീവൻ ആമേൻ നിനക്ക് വേണ്ടി കളയുമെന്ന് പറയുന്നവർ ഒരു പക്ഷേ നിങ്ങളെ ഇട്ടിട്ട് പോയേക്കാം. പക്ഷേ നല്ലൊരു ഇടയനുണ്ടല്ലോ നമ്മുടെ കർത്താവ്. ആമേൻ ആമേൻ ഒരു ഉപമയുണ്ട്. ആമേൻ ഒരുവന് 100 ആടുണ്ടായിരുന്നു, അതിൽ 1 കാണാതെ പോയി. ആമേൻ 99നെയും സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിച്ച് കാണാതെ പോയ 1-ന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നല്ല ഇടയനായ ക്രിസ്തു. ആമേൻ കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വരുന്നതെന്ന് ആമേൻ വരുന്നതെന്ന്
ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നല്ല ഇടയനായ കർത്താവ് ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക്, നിങ്ങളായിരിക്കുന്ന തകർച്ചയുടെ നടുവിലേക്ക്, നിങ്ങളായിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക്, നിങ്ങളായിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക്, നിങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലേക്ക്, നിങ്ങളുടെ വേദനകളുടെ നടുവിലേക്ക്, നിങ്ങൾ താണുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് തിര തള്ളിക്കയറുമാറ്, നിങ്ങളുടെ പടക് മുങ്ങുമാറ് പിശാച് പദ്ധതികൾ ഒരുക്കി നിങ്ങളെ വീഴ്ച കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ ഈ പുതുവത്സരത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നല്ല ഇടയനായ ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാമെങ്കിൽ ഞാൻ പറയട്ടെ, ഒന്നിനും ഒരു മുട്ട് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ശത്രുക്കളുടെ മുമ്പേ നിനക്കൊരു മാന്യതയുടെ പുതപ്പ് നൽകി മാനിക്കുന്ന ഒരു ദൈവം, തകർക്കുവാൻ നോക്കുന്ന ബന്ധുക്കളുടെ നടുവിൽ നിന്റെ തലമുറയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി കാണിച്ചു തരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചവരുണ്ട്. നിന്റെ ഓഫീസിൽ വെച്ച് നിന്നോട് വാദിച്ചവരുണ്ട്. ഈ ജോലിയിൽ നിന്നെ നിർത്തത്തില്ല. ആ റഥാല ഷിയാംതന വൈഷമന ഹതനഘടക ശംതനാരകൽ ഘടക, ആ ജോലി സ്ഥലത്ത് നിന്നെ ഈ വർഷം പൂർത്തീകരിപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് പുതിയൊരു വർഷത്തിൽ നിനക്കവിടെ വർക്ക് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവെങ്കിൽ, നിന്റെ പേരിന് ഡീബാർ ചെയ്യുവാൻ അനുവദിക്കാതെ വേണം ദൈവം നിനക്കവിടെ തുടരുവാൻ ഒരു അവസരം തന്നെങ്കിലുണ്ടല്ലോ, ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. ഇടയനായിരിക്കുന്ന യഹോവ ഇടയനായിരിക്കുന്ന ഒരു കുടുംബത്തിന് ഒരു വ്യക്തിക്ക് ഒന്നിനും ഒരു മുട്ട് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് യാത്ര ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, വൈഷമന അധനഘടക ശംതനാരകൾ പ്രൗഢമന വൈഡരകധനഘടകസി, ലോകം പറയും നീ തകർന്നു പോകും, ലോകം പറയും നിന്റെ കുടുംബം തകരും, ലോകം പറയും നിന്റെ മക്കൾ നശിക്കും, നിന്റെ മക്കളുടെ ഭാവി നഷ്ടമായി പോകും. ഞാൻ വിളിച്ചു പറയട്ടെ, നീ പൊളിയത്തുമില്ല, നീ തകരത്തുമില്ല. കാരണം ഓരോ നിന്നയും നിന്റെ ജീവിതത്തിനകത്ത് അടുത്തൊരു ചവിട്ടുപടിയായി മാറുവാൻ പോകുന്നു. കഴിഞ്ഞ സെക്കൻഡ് വരെ അപ്പോൾ ആരൊക്കെയോ ഈ ശബ്ദം കേട്ടിട്ട് പറയുന്നു, സിസ്റ്ററേ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ഇന്ന് പ്രഭാതത്തിലും ഈ പുതിയ വർഷത്തിലും ഞാൻ ആ ശാപം കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത്, ആ കണ്ണുനീര് കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത്, എനിക്കൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന ശാപം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഏതൊക്കെയോ മാതാപിതാക്കൾ പറയുന്നു എൻ്റെ തലമുറ രക്ഷപ്പെടത്തില്ലെന്ന് ഇന്നും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്. പറഞ്ഞവരോട് പോകാൻ പറ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, എൻ്റെ തലമുറയുടെ ഭാവിക്കൊരു മുട്ടുണ്ടാകത്തില്ലെന്ന് ചൂടവല ഹതനഘടകശിയ വിളിച്ചു പറയാൻ തയ്യാറാകുക. എൻ്റെ തലമുറയുടെ ഭാവി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. ഹാലലൂയ. എൻ്റെ തലമുറയുടെ ഭാവി എന്താകണമെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ആ ദൈവസന്നിധിയിൽ നിന്റെ തകർച്ചകളെ പണിയുന്നൊരു ദൈവം, നിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ എടുത്തു മാറ്റുന്നൊരു ദൈവം. ഹാലലൂയ. ഇന്ന് ബുധനാഴ്ച രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്ന മധ്യസ്ഥ പ്രാർത്ഥന, ഹാലലൂയ, കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ചില പുതിയ നന്മകൾ പ്രാപിക്കുന്നവർക്ക് വേണ്ടി, ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും, അപ്പാ യഹോവ എൻ്റെ ഇടയനാകുന്നു, നീ എൻ്റെ നല്ല ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ട് വരുത്തത്തില്ല. അതേ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നലെ വരെ നീ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം, കഴിഞ്ഞ മുൻപിലത്തെ സെക്കൻഡ് വരെ നീ ഞെരുക്കം അനുഭവിച്ചിരിക്കാം. പക്ഷേ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, നീതിമാന്റെ സന്തതിരി അപ്പമിരക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലെ വരെ നിന്റെ സാമ്പത്തിക മേഖല ഒരു വറ്റിവരേണ്ട അവസ്ഥയായിരുന്നു, ഒരു വരൾച്ചയുടെ അനുഭവമായിരുന്നു. ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. അവന്റെ പക്കൽ മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്, മറഞ്ഞിരിക്കുന്ന നന്മയുണ്ട്. ഇന്ന് രാത്രി യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ലെന്ന് വിളിച്ചു പറയുവാൻ ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാൻ നീ തയ്യാറാണോ? നിനക്ക് വേണ്ടി സ്വർഗം വാതിലുകളെ തുറക്കുവാൻ പോകുന്നു, നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ആമേൻ പറ. ഈ ബാധ്യതയിൽ നിന്ന് ഞാൻ പുറത്തു വരും. ഈ കടബാധ്യത എന്നെ മുക്കിക്കളയത്തില്ല. ഈ കടബാധ്യത എന്ന പെരുവെള്ളം എന്നെ മുക്കിക്കളയുവാൻ സ്വർഗം ഇടവരുത്തത്തില്ല. നദിയിൽ കൂടെ നീ നടന്നുപോയാൽ, തീയിൽ കൂടെ നീ നടന്നുപോയാൽ നിന്റെ തലമീതെ വെള്ളം കവിയുവാൻ അനുവദിക്കാതെ വേണം, തീ നിന്നെ ഇരയാക്കുവാൻ അനുവദിക്കാതെ വേണം. ഇസ്രായേൽ മക്കൾക്ക് മുൻപടയും പിൻപടയുമായി തീ അവർക്ക് മുമ്പായി നടന്നതുപോലെ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി ആ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തിയെങ്കിൽ നാളെ എന്താകുമെന്ന് ചിന്തിച്ചായിരിക്കുന്ന നിന്റെ ചിന്തകളെ ഒന്ന് മാറ്റിപ്പിടിക്കുക. നാളെ എന്തായിരിക്കും എൻ്റെ അവസ്ഥയെന്ന് നീ വ്യാകുലപ്പെട്ടായിരിക്കുന്നില്ലേ? കടക്കാരുടെ മുമ്പിൽ, ഫിനാൻസിങ് സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ത് എക്സ്ക്യൂസ് പറയുമെന്ന് പറഞ്ഞ് നീ വേദനയോടെ ഇരിക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം പറയുക, നിന്റെ കരങ്ങൾ നിറയെ നിനക്ക് നന്മകളെ കൊണ്ടവൻ തൃപ്തി വരുത്തുവാൻ പോകുന്നു.
പോകുന്നു. ജൂഡബല ഹതനഘടക ശബ്ദനാരകൾ പ്രൗഢവന അർദ്ധനാരകൾ പ്രൗഢവന ധീപലഘടക ശബ്ദനാരകൾ പ്രൗഢവന്. വിശ്വാസത്തോടെ വിളിച്ചു പറ, വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. ആമേൻ. ഈ 2025 ആമേൻ യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് ആമേൻ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. എനിക്കൊരു മുട്ടും വരുത്തത്തില്ല, എനിക്കൊരു മുട്ടും വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തത്തില്ല. ആമേൻ. കഴിഞ്ഞ വർഷം മുഴുവൻ നീ മറ്റുള്ള മുമ്പിൽ പിച്ചയെടുക്കുന്നത് പോലെ ഓരോ വീടുകൾ കയറി ഇറങ്ങി നീ കടം മേടിച്ചുവെങ്കിൽ ആമേൻ ഒരിടത്ത് നിന്ന് അപ്പുറത്തേക്ക് കടം കൊടുക്കുവാൻ, അവിടെ നിന്ന് വേറൊരാൾക്ക് കടം ആമേൻ ആമേൻ ബാധ്യത തീർക്കുവാൻ, പലിശ കൊടുക്കുവാൻ നീ ഇങ്ങനെ മറിച്ച് ചെയ്ത ചില റോളിംഗ് ഉണ്ടല്ലോ, നീ കടക്കണിയിൽ പെട്ടുപോയി. കോടികളുടെ കടം, ലക്ഷങ്ങളുടെ കടം, 10,000ങ്ങളുടെ കടം പിടിച്ചു നിൽക്കുവാൻ കഴിയാതവണ് ആമേൻ തകർച്ചയുടെ അങ്ങേയറ്റമെത്തി. ഇനി മരിച്ചാൽ മതി, കുടുംബത്തോടെ മരിച്ചാൽ മതി. പലരും 2025 പ്രഭാതം എങ്ങനെ കണ്ടെന്നറിയത്തില്ല. പലപ്പോഴും മരിക്കുവാൻ വേണ്ടി പലതും ചെയ്തു നോക്കി, പല പ്ലാനിങ്ങുകൾ ആമേൻ തയ്യാറെടുത്ത് നോക്കി. അവിടെയൊന്നും മരണത്തിന് ഏൽപ്പിക്കാതവണ്ണം നിന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് രാത്രി മറന്നു പോകരുതേ, ആ യഹോവ നിന്റെ ഇടയനാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ഒന്നിനും ഒരു മുട്ട് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിന്റെ അടുത്ത വീട്ടിൽ ബുദ്ധിമുട്ട് വന്നേക്കാം. ആമേൻ. അവിടെ ചിലപ്പോൾ ആമേൻ ആമേൻ ഒരു ഞെരുക്കം വന്നേക്കാം. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന നിന്റെ വീട്ടിനകത്തോ ആമേൻ നീ പട്ടിണി കിടക്കത്തില്ല. കടക്കാർ നിന്റെ ഭവനത്തിൽ കയറി ഇറങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ബാധ്യതകളെ തീർത്തോ, നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തോ, നിന്റെ ഞെരുക്കങ്ങളെ തീർത്തോ, നിന്ദകളെ മാറ്റി ഒന്നുമില്ലാത്തവനെന്ന ലേബലുകൾ, ഒന്നുമില്ലാത്തവൾ എന്ന ലേബലുകൾ, ആമേൻ അതേ ലോകം എഴുതിയ ലേബലുകൾ, ലോകം പരിഹസിച്ച വാക്കുകൾ, ലോകം പുച്ഛിച്ചു മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഒന്നുമില്ലാത്തവളെന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് 4 പേരുടെ മുമ്പിൽ എന്തിനു പറയുന്നു? കുടുംബത്തിനകത്തൊരു ആവശ്യം വന്നാൽ പോലും അവിടെ പോലും നിന്നെ നിർത്തുന്നില്ല. നിന്നെ ഒരു നല്ല വിശേഷ ദിവസത്തിൽ പോലും നിന്നെ ഉൾക്കൊള്ളുവാൻ ചിലർക്ക് മടിയ. കാരണം എന്ത്? ആമേൻ ഞങ്ങളോടൊപ്പം നിർത്താൻ അവൾക്ക് യോഗ്യതയില്ല, ഇവന് യോഗ്യതയില്ല. ആമേൻ സ്വന്തമായി വീടില്ല, സ്വന്തമായി നല്ല ജോലിയില്ല. ആമേൻ കടം മാത്രം, കടം മാത്രം. ആമേൻ എന്തിൻ്റെയൊക്കെ പേരിൽ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ദൂത് പറയുവാൻ പറയുന്നു. എന്തിൻ്റെയൊക്കെയോ പേരിൽ ആമേൻ ഏതിൻ്റെയൊക്കെ പേരിൽ നിന്നെ എവിടെയൊക്കെയോ ലോകം മാറ്റി നിർത്തുന്നുണ്ട്. വിശ്വാസത്തോടെ വിളിച്ചു പറ. വൈഷമനഗിയ വൈഡമന റമാന ഷിയാംതനെ റഗശിയാംതന വൈഷമന ഹദനഘടക ശംദാരകന റൗഡിബിനി റഗശിയാം ധേനെ റിഘാനഘടകശിയ. ദൈവം ചില പുതിയ വഴികൾ തുറക്കുന്നുണ്ട് കേട്ടോ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ആമേൻ റിസീവ് ചെയ്താട്ടെ, റിസീവ് ചെയ്താട്ടെ, റിസീവ് ചെയ്താട്ടെ. നിന്റെ കുടുംബത്തിന് വേണ്ടി ചൂടമന ഹതനഘടകശിയ വൈഡൽ പ്രൗഢപരകതനഘടക ശബ്ദനാരകൽ ഘടകശി. അതെ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയാവന. ചില വലിയ നന്മയുടെ വഴികളെ ആമേൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് തുറക്കുവാൻ പോകുന്നു. ഇന്നുള്ള മരുഭൂമിയുടെ അനുഭവം മാറി. ആമേൻ 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 വെള്ളത്തിന്റെ ഒരംശം പോലും ഇല്ല. വറ്റി വരേണ്ട അവസ്ഥ, വറ്റി വരേണ്ട അവസ്ഥ. ആ വരൾച്ചയെ, വരണ്ട ആമേൻ അനുഭവത്തെ മാറ്റിത്തരുവാൻ, ആമേൻ സാമ്പത്തിക ഞെരുക്കമെന്ന വരണ്ട അനുഭവത്തെ മാറ്റിത്തരുവാൻ ആമൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ആമൻ എൻ്റെ ദൈവത്തിന് എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു തരുവാൻ കഴിയും, എൻ്റെ ഞെരുക്കത്തെ മാറ്റിത്തരുവാൻ കഴിയും, എൻ്റെ ഇല്ലായ്മയെ മാറ്റിത്തരുവാൻ കഴിയും. ആ നല്ല കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ഈ 2025 അവൻ എൻ്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരുവാൻ ആമേൻ എൻ്റെ നല്ല ഇടയനായ കർത്താവ് എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരുവാൻ, എൻ്റെ ഞെരുക്കങ്ങളെ മാറ്റിത്തരുവാൻ, ആമേൻ എൻ്റെ ബാങ്ക് ബാലൻസിനെ വർദ്ധിപ്പിക്കുവാൻ, ഇന്നത്തെ ഒന്നുമില്ലായ്മകളെ മാറ്റിത്തരുവാൻ ആ നല്ല കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ സ്തോത്രം പറ. ആമേൻ ഞാൻ മതിൽ ചാടിക്കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഞെരുക്കം എന്ന മതിൽ ഞാൻ ചാടിക്കിടക്കും. ഈ കടബാധ്യത എന്ന വൻമതിൽ ഞാൻ ചാടിക്കിടക്കും. നീ വായ്പ വാങ്ങത്തില്ല. വിശ്വാസത്തോടെ പറ. ഞാൻ അനേകർക്ക് കൊടുക്കുന്നവനായി മാറും, ഞാൻ അനേകർക്ക് കൊടുക്കുന്നവളായി മാറിത്തീരും. ആമേൻ ഇന്ന് രാത്രി വിളിച്ചു പറയുവാൻ തയ്യാറാണോ? ആമേൻ ഞാൻ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. കാരണം അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. ഉയരത്തിലേക്ക് നോക്കിക്കോ, ഉയരത്തിലേക്ക് നോക്കി നീ ചോദിക്കുക. നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് നന്മയെ അവൻ കൊണ്ടുതരാൻ പോകുകയാ. ജൂഡബലകശിയാംതന അലകശിയാംതേനെ വൈഡൽ ശമനഘടകശി അർത്ഥ പ്രൗഢവരഗതനഘടക ശംദനാരകൽ പ്രൗഢവന
വൈഡേനെ കാലഘടക നിന്റെ നില കർത്താവ് മാറ്റുവാൻ പോകുക. നിന്റെ ഇന്നത്തെ അവസ്ഥകളെ, സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ വരാ. എന്റെ സാഹചര്യം മാറുവാൻ പോകുന്നു. എന്റെ സാമ്പത്തിക നിലയിലെ സാഹചര്യങ്ങൾ അവൻ മാറ്റുവാൻ പോകുന്നു. ലോകം ഇന്നലെ വരെ കടം അനുഭവിക്കുന്നവൾ, അവൻ ഇവൾ കടക്കാരി എന്ന്, ഇവൻ കടക്കാരൻ എന്ന് പറഞ്ഞ് അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവനെന്ന് പോലും പറയുവാൻ പറ്റത്തില്ല. നശിക്കുവാൻ വേണ്ടി ജനിച്ചവൻ, നശിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനെന്ന്, അവൻ നീ നശിക്കുവാൻ വേണ്ടി ഇറങ്ങിയവളെന്ന് പറഞ്ഞു നിനക്ക് വിരോധമായി എഴുതിയ ചില ലേബലുകൾ ഉണ്ടല്ലോ, നിനക്ക് വിരോധമായി അവൻ നിന്നെ മുൻനിർത്തി പറഞ്ഞ ചില നിന്നയുടെ വാക്കുകൾ ഉണ്ടല്ലോ, ആ സാഹചര്യങ്ങളെ സ്വർഗം നിനക്ക് മാറ്റി എഴുതുവാൻ പോകുക. ഇന്നലെ വരെ വരണ്ടൊരു തോട്ടിനടുത്താണോ നീ ആയിരുന്നത്? നിന്റെ ഭവനം വരണ്ടൊരു തോടായിരുന്നു. കർത്താവിന്റെ വചനം പറയുന്നു പച്ചയായ പുൽപ്പുറം പോലെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് റമന ഷിയാംതന ആൽഗപ്പൗഡവന കാലിപ്പോക്കറ്റുകളെ സ്വർഗം നിറയ്ക്കുവാൻ പോകുക. വിശ്വാസത്തോടെ കരത്തിലെ പേഴ്സ് വെച്ച് പറ, നിന്റെ സാമ്പത്തികം ഇരിക്കുന്ന ആമേൻ ആമേൻ റോകളെ തുറന്ന് പറ, ഇതിനകത്ത് നിറയുവാൻ പോകുന്നു, ഈ കലവറകൾ നിറയുവാൻ പോകുന്നു. അടുക്കളയിൽ ആമേൻ ഒന്നുമില്ലേ, അവിടെ കൈവച്ച് നീ വിശ്വാസത്തോടെ പറ 2025 ഇതിനകത്ത് കുറയാതെ വേണം. ആമേൻ ഹല്ലേലൂയ. സാരാപത്തിലെ വിധവയുടെ കലത്തിലെ മാവും ആമേൻ ഹല്ലേലൂയ ഭരണിയിലെ എണ്ണയും കുറയാതെ വണ്ണം വർദ്ധിപ്പിച്ച ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ഭവനത്തിനകത്തേക്ക് റമന വൈശാരഗജിയാംതേനെ റബലഗടക ശംദനാരകൾ പ്രൗഢവന അധനെ രേഖേനക ശിയാംതന വൈഡവരഗശിയ. ഒരു നിറഞ്ഞു കവിയലൊരു അനുഭവം. ആമേൻ 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 വലിയൊരു ഉയർച്ചയുടെ അനുഭവം. ആമേൻ അത് നിന്റെ കുടുംബത്തിനകത്തേക്ക് സ്വർഗം അയക്കുവാൻ പോകുക. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 1ാമത്തെ ദിവസമാണല്ലോ. ആമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലോ. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഉപവാസ പ്രാർത്ഥന 1ാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം, ആ കുടുംബത്തോടും കർത്താവിന് പറയുവാനുള്ള ആലോചന, യഹോവയുടെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ആമേൻ പച്ചയായ പുൽപ്പുറത്തിന്റെ അനുഭവമായി മാറട്ടെ. അവരുടെ സാമ്പത്തിക മേഖല പച്ചയായ അനുഭവമായി മാറട്ടെ. അവരുടെ കുടുംബ ജീവിതം പച്ചയായ അനുഭവമായി മാറട്ടെ. കർത്താവേ, ഏതൊക്കെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നു വലിയ മറുപടി നൽകണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീട്ടപ്പെട്ട നന്മയെ കർത്താവ് ധാരാളമായി വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരണമേ. പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പ ഒന്നുമില്ലാതെ കരയുന്നവർ, ഒന്നുമില്ലാതെ ഞെരുങ്ങി വേദനയിലായിരിക്കുന്നവർ വൈശാമന ഹതനഘടകശിയ ആൽഗ പ്രൗഢിവിനെ റബനകശിയാംതന ജുഡബൽഘടകം ദീവലഘടക ശംദാരകന ആൽഗ പ്രൗഢിവിനെ റഗനകശിയാംതനാരകൾ പ്രൗഢവന. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, ആമേൻ വീടുകൾ വെച്ച് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ, വസ്തുക്കൾ വാങ്ങിച്ച് കടപ്പണിയിൽ അകപ്പെട്ടു പോയവർ, യേശുവേ നീ മനസ്സലിയണമേ. അപ്പ ഈ കുടുംബങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. ഇവരുടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇവരുടെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇവരുടെ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇവരുടെ ഭവനത്തിനകത്തേക്ക് ആമേൻ നിറവ് സംഭവിക്കട്ടെ കർത്താവേ. അപ്പ ആ ഭവനം വിൽക്കുവാൻ പോലും പദ്ധതി ഒരുക്കിയായിരിക്കുന്നു. ദൈവം കൊടുത്ത ഭവനമാണ്, ശത്രു വിൽക്കുവാൻ അനുവദിക്കരുത്. യേശുവിന്റെ നാമത്തിൽ കടക്കണികൾ മാറിപ്പോകട്ടെ. അപ്പച്ച മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോണുകൾ എടുത്തു അടയ്ക്കുവാൻ കഴിയാതെ കടക്കണിയിലായി പോയവർ റമന ഷിയാം ദേനെ ആൽഗൽ ഭൗഡിമിനെ ഷിയാം തേനെ വൈഡൽ ശമന ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരട്ടെ. ആ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരട്ടെ കർത്താവേ. ബാങ്ക് ലോണുകൾ എടുത്തവർ, ആമേൻ പലിശയ്ക്ക് എടുത്തവർ, ആമേൻ പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ എടുക്കുന്നവർ പലിശയായി കൂട്ടുപലിശയായി തിരിച്ചടയ്ക്കുവാൻ കഴിയുന്നില്ല. അവൻ ചതിക്കപ്പെട്ട് മറ്റുള്ളവരെ സഹായിച്ച് ചതിക്കപ്പെട്ട് കടബാധ്യതയിലായി പോയവർ റമന ഷിയാം തേനെ ആൽഗൽ പ്രൗഢവരഗദനഗടക ശംദനാരകൾ പ്രൗഢവന ദീവല ബൗഢവരഗദനഗടക ഷിയാം തേനെ അസ്തനാരി ഘാലഘടക ശംദനാരകൾ പ്രൗഢവന. അപ്പ ഈ ബാധ്യതയിൽ നിന്ന് ജനം പുറത്തു വരട്ടെ കർത്താവേ. ഇവരുടെ കടബാധ്യത ഇവർ പുറത്തു വരട്ടെ കർത്താവേ. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ കർത്താവേ. എല്ലാ കടക്കണികളും മാറിപ്പോകട്ടെ കർത്താവേ. സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയാതെ ആയിരിക്കുന്ന കടബാധ്യത ഒന്ന് തലചായ്ക്കുവാൻ കഴിയുന്നില്ല. കടക്കാരുടെ ഫോൺ കോളുകൾ, വീട്ടിൽ വന്ന് മുട്ടുന്ന ആമേൻ വാതിലുകൾ മുട്ടുമ്പോൾ കടക്കാര വല്ലാതെ വിഭ്രാന്തി എന്തായി തീരും. ആമേൻ ഈ ദിവസങ്ങളിൽ എക്സ്ക്യൂസ് പറഞ്ഞ് നിർത്തിയ ചില കടക്കണികൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം. വാതിലുകൾ തുറക്കണമേ. അടഞ്ഞു കിടക്കുന്ന സ്വർഗീയ വാതിലുകൾ റമാന ഷിയാം ദേനെ നന്മയുടെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ജനത്തിന് മുന്നിലേക്ക് തുറന്നു വരുവാടി അടിയൻ പ്രാർത്ഥിക്കുന്ന സ്വർഗം വഴികളെ തുറക്കണമേ. സ്വർഗം വാതിലുകളെ തുറക്കണം. വൈശമനക ജിയാം തേനെ റമനഘടക ശംദന റുമാനക ജിയാം തേനെ അടകത്തുനീരി ഗാനഘടക ശംദനാരകൾ പ്രൗഢവന. സാമ്പത്തിക മേഖല ഇവർ പുറത്തു വരട്ടെ അപ്പ. കടക്കണികൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ബാങ്ക് ലോണുകൾ, ജപ്തികൾ മാറിപ്പോകട്ടെ അപ്പച്ച. നിന്നകൾ മാറിപ്പോകട്ടെ. കടമുഖാന്തരമുള്ള നിന്നകൾ, പരിഹാസങ്ങൾ, ഡിപ്രഷനുകൾ ഓ റമ റഗാസിയ റഗലക സിയാം തന വൈഡ ശംദനാരകൾ പ്രൗഢവന.
യേശുവിൻ്റെ നാമത്തിൽ ഒരു അറുതി ഉണ്ടാകട്ടെ. ആമേൻ. കടം വാങ്ങലിന് ഒരു അറുതി ഉണ്ടാകട്ടെ കർത്താവേ. എല്ലാ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരണം. ചുട്ടികൾ നടത്തും, ബിസിനസ്സുകൾ ചെയ്തും തകർന്നു പോയവർ യേശുവേ നീ പുറത്തു കൊണ്ടുവരണം. പണയം വെച്ച നന്മകൾ എടുക്കട്ടെ, ആഭരണങ്ങൾ എടുക്കട്ടെ, വസ്തുക്കൾ എടുക്കട്ടെ, ആമേൻ. പ്രോപ്പർട്ടീസിന്റെ പ്രമാണങ്ങൾ എടുക്കട്ടെ, പാസ്പോർട്ടുകൾ എടുക്കട്ടെ, പ്രധാനപ്പെട്ട രേഖകൾ പണയം വെച്ച ആമേൻ പലിശക്കെടുത്തു. ആമേൻ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആ കടങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ. അവരുടെ രേഖകൾ അവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ. എല്ലാ കടക്കണികളും മാറിപ്പോകട്ടെ. പച്ച കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ആമേൻ യേശുവേ വേഗത്തിൽ അപ്പോൾ ആ നന്മകൾ ലഭിക്കട്ടെ. ചതിക്കുഴികൾ അകപ്പെട്ട് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ സ്വർഗം വഴികളെ തുറക്കണമേ, വാതിലുകൾ തുറക്കണമേ. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കടബാധ്യത അനുഭവിക്കുന്ന സകല ജനത്തെയും അടിയൻ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പുറത്തു വരട്ടെ. അപ്പാ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കച്ചവടങ്ങൾ നടക്കട്ടെ. അപ്പാ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിന്റെ പിതാവേ ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു. സ്കിൽ നമ്പറെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ലൈവ് വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചയും സഭാരാധനയുണ്ട്. മോർണിംഗ് സെക്ഷൻ രാവിലെ 10 മണി മുതൽ 12 മണി വരെ കാക്കമ്പല പ്രേക്ഷക ഫാമിലി. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ MS പ്ലസ് ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനേകരോട് അറിയിക്കുക. കൂടാതെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പീരീഡ് നിങ്ങൾ അറിഞ്ഞു. ഇന്ന് തൊട്ട് തുടങ്ങി ജനുവരി 1 തീയതി മുതൽ 31 തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട 31 ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുന്നത്. നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക, അനേകരോട് അറിയിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് പ്രേക്ഷിത ഫാമിലിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് ആമേൻ വിരമിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷിത ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷിത ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേക്ഷിത ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.